ഹായ് ഫ്രണ്ട്സ്, 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ നത്തിങ് ട്വൈസിൽ വരുന്ന ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലെറ്റ്സ് അനലൈസ്. ആക്ടിവിറ്റി 1. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദി സ്റ്റോറി ഹാഫ് എ ഡേ. ഹാഫ് എ ഡേ എന്ന സ്റ്റോറിയിൽ വരുന്ന 2 സെൻറ്റൻസുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഐ എം നോട്ട് പണിഷിങ് യു. ആം ഐ? പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ്. വോണ്ട് യു? ഓക്കെ, ശ്രദ്ധിച്ചല്ലോ അല്ലേ? Why do you think the speaker added these short questions at the end of the sentences above? ഇവിടെ ആ 2 സെൻറ്റൻസിലും ആ ഒരു സെൻറ്റൻസ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കുന്നുണ്ട് അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് അതവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഐ ആം നോട്ട് പണിഷിങ് യു, ആം ഐ? ഞാൻ നിന്നെ ശിക്ഷിക്കുന്നില്ല അല്ലേ എന്ന് ചോദിക്കണം. സോ ഇവിടെ ആമൈ എന്ന ആ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുള്ളത് എന്തിനാണ്? നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യത്തെ ഒന്നും കൂടി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. ടു സീക്ക് കൺഫർമേഷൻ ടു നോ ദെയർ എഗ്രിമെൻറ്റ് ടു ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മളിവിടെ പറയുന്ന ആ ഒരു കാര്യം അല്ലെങ്കിൽ നൽകിയിട്ടുള്ള ആ ഒരു പ്രസ്താവന ശരിയാണോ എന്ന് ഒന്നും കൂടി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ അങ്ങനെയുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസിനെ നമ്മൾ എന്താ പറയുന്നത്? ക്വസ്റ്റ്യൻ ടാഗ് എന്നാണ് പറയുന്നത്. വി യൂസ് ക്വസ്റ്റ്യൻ ടാഗ്സ് ടു സീക്ക് കൺഫർമേഷൻ ഫ്രം ദി ലിസണേഴ്സ്. ലിസണേഴ്സിൽ നിന്ന് നമ്മളെ കേൾക്കുന്ന ആളുകളിൽ നിന്ന് ഒരു കൺഫർമേഷൻ, ഒരു സ്ഥിരീകരണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ്സ് യൂസ് ചെയ്യുന്നത്. നൗ അനലൈസ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ വെർബ് ഫ്രേസ് in each statement and the question tag. Note these in the space provided. One has been done for you. ഇവിടെ താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട് അല്ലേ? അതിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇനി അതിലെ ആ ഓരോ സ്റ്റേറ്റ്മെൻറ്റിലെയും ക്വസ്റ്റ്യൻ ടാഗും അതിൽ വരുന്ന വേർബ് അല്ലെങ്കിൽ വേർബ് ഫ്രേസും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ ടേബിളിൽ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട് അല്ലേ? ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്ത് വരുന്ന കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. ഇനി അതിലെ വേർബ് ഓർ വേർബ് ഫ്രേസ് ഇൻ ദി സ്റ്റേറ്റ്മെൻറ്റ്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന വേർബ് ഏതാണെന്നും അതുപോലെ വേർബ് ഓർ വേർബ് ഫ്രേസ് ഇൻ ദി ടാഗ്, ക്വസ്റ്റ്യൻ ടാഗിൽ വന്നിട്ടുള്ള വേർബ് അല്ലെങ്കിൽ വേർബ് ഫ്രേസ് ഏതാണെന്നുമാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് വൺ, ദിസ് ഈസ് യുവർ ന്യൂ ഹോം, ഇസ് ഇൻ ഇറ്റ്. അതിലെ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന വെർബ് അല്ലെങ്കിൽ വെർബ് ഫ്രേസ് ഏതാണ്? ഈസ് ആണ് അല്ലേ? ദെൻ ടാഗിൽ വരുന്ന വെർബ് ഓർ വെർബ് ഫ്രേസ് ഏതാ? ഈസ് ഇൻഡ് എന്നതാണ്. ദെൻ സെക്കൻഡ് വൺ, ദർ ഈസ് നത്തിങ് അമീസ്, ഈസ് ദർ. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന വേർബ് വരുന്നത് ഈസ് ആണ്. ഈസ് എന്ന ഓക്സിലറി വേർബാണ് അവിടെ വന്നിട്ടുള്ളത്. ദെൻ അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിലും ഏതാ വന്നിട്ടുള്ളത്? ഈസ് തന്നെയാണ് വന്നിട്ടുള്ളത്. Then third one, my mother stood at the window watching our progress, didn't she? ഇതിൽ വരുന്ന വേർബ് സ്റ്റുഡ് എന്നതാണ് അല്ലേ? സ്റ്റുഡ് എന്ന വേർഡാണ് മെയിൻ വേർബായിട്ട് വരുന്നത്. ദെൻ ടാഗിൽ വന്നിട്ടുള്ളത് ഏതാണ്? ഡിഡിൻറ്റ് എന്ന് പറയുന്ന വേർബ് ഫ്രേസ് ആണ്. ഓൾ മൈ ക്ലോത്ത്സ് വേർ ന്യൂ, വേർ ഇൻ ദേ. ഇതിൽ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന വേർബ് വേർ എന്നതാണ്. ടാഗിൽ വന്നിട്ടുള്ള വേർബ് ഫ്രേസ് വേർ ഇൻ എന്നതാണ്. ഓക്കെ, ദെൻ ഫിഫ്ത്ത് വൺ, ഐ എം ഇൻ ഡെപ്ത്, ആറിൻറ്റ് ഐ. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ വന്നിട്ടുള്ള വേർബ് ആം ആണ്, പക്ഷെ ടാഗിൽ വന്നിട്ടുള്ള വേർബ് ഏതാണ്? ആറിൻറ്റ് ആണ് അല്ലേ? സോ ആം വരുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്യുമ്പോൾ ആറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ടുഡേ യു ട്രൂലി ബിഗിൻ ലൈഫ്, ഡോണ്ട് യു. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന വേർബ് ബിഗിൻ ആണ്, ടാഗിൽ വന്നിട്ടുള്ളത് ഡോണ്ട് ആണ്. സോ എങ്ങനെയാണ് ഡോണ്ട് വന്നിട്ടുള്ളത് എന്നറിയോ? ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ യൂസ് ചെയ്തിട്ടുള്ള ബിഗിൻ എന്ന് പറയുന്ന വേർബിൻ്റെ ബേസ് ഫോമാണ്. ബേസ് ഫോം വരുമ്പോൾ നമ്മൾ ടാഗ് യൂസ് ചെയ്യുന്നത് ഡു എന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ്, ഫാദർ ഹാസ് ലോവേർഡ് ഹിസ് ഹെഡ്, ഹാസിൻ ഹി. ഇവിടെ വന്നിട്ടുള്ള വേർബ് ഹാസ് ലോവേർഡ് എന്നാണ്. സോ നമ്മൾ ടാഗ് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? ഹാസിൻഡ് എന്ന് എഴുതും. ഓക്കെ, ദെൻ എയ്ത്ത് വൺ, ദ ലേഡി ഇൻ ദ സ്കൂൾ കെയേഴ്സ് ഫോർ ചിൽഡ്രൻ, ഡസിൻ ഷീ. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന വേർബ് കെയേഴ്സ് ആണ്. അപ്പോൾ ടാഗിൽ എന്താ വന്നിട്ടുള്ളത്? ഡസിൻഡ് എന്നാണ് അല്ലേ? കെയേഴ്സ് എന്നത് വേർബിൻ്റെ എസ് ഫോം ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ കൂടെ നമ്മൾ ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നയൻത്ത് വൺ, ഫാദർ വിൽ സെറ്റിൽ അഗെയിൻ ഇൻ ഹിസ് റോക്കിംഗ് ചെയർ
വോണ്ട് ഹി. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ വന്നിട്ടുള്ള വേർബ് എന്ന് പറയുന്നത് വിൽ സെറ്റിൽ എന്നാണ്. ടാഗിലാകുമ്പോൾ വില്ല് എന്താകും? വോണ്ടായി മാറും. ഓക്കെ. Then next, we also had our first introduction to language. Didn't we? ഇവിടെ സ്റ്റേറ്റ്മെന്റിൽ had എന്ന് പറയുന്ന വേർബാണ് വന്നിട്ടുള്ളത്. അത് ടാഗിൽ യൂസ് ചെയ്യുമ്പോൾ എന്തായിട്ടുണ്ട്? ഡിഡിൻ്റ് ആയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? had എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ഫോം ഓഫ് വേർബാണ് അല്ലേ? വേർബിൻ്റെ പാസ്റ്റ് ഫോമാണ് had വരുന്നത്. അപ്പോൾ എന്ത് യൂസ് ചെയ്യും? നമ്മൾ ഡിഡ് എന്ന് പറയുന്ന വേർബാണ് ടാഗിൽ യൂസ് ചെയ്യേണ്ടത്. The next one, be a man. വോണ്ട് യു. ഇവിടെ ബി എന്ന വേർബാണ് സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടുള്ളത്. ടാഗിൽ വോണ്ട് എന്ന വേർബ് ഫ്രേസ് ആണ് വന്നിട്ടുള്ളത്. ദ നെക്സ്റ്റ്, ലെറ്റ് മീ ടേക്ക് യു അക്രോസ്. ഷോൾ ഐ. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടുള്ളത് ലെറ്റ് എന്ന് പറയുന്ന വേർബാണ്. ലെറ്റ് വരുമ്പോൾ നമ്മൾ ടാഗിൽ ഷോൾ എന്ന് പറയുന്ന വേർബാണ് യൂസ് ചെയ്യേണ്ടത്. ദ നെക്സ്റ്റ്, ദി കോച്ചേഴ്സ് നോ ലോങ്ങർ സീംഡ് ടു റൺ ഓൺ റെയിൽസ്. ഡിഡ് ദേ. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ സീംഡ് എന്ന വേർബാണ് വന്നിട്ടുള്ളത്. സീംഡ് എന്ന് വെച്ചാൽ അതൊരു പാസ്റ്റ് ഫോം ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പാസ്റ്റ് ഫോം വരുമ്പോൾ നമ്മൾ ടാഗ് ഡിഡ് എന്നാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ എന്താണ് നമ്മൾ മുകളിൽ പറഞ്ഞു, വേർബിൻ്റെ ബേസ് ഫോമാണ് അല്ലെങ്കിൽ പ്രസൻറ്റ് ഫോമാണ് വരുന്നതെങ്കിൽ ഡു യൂസ് ചെയ്യും. എസ് ഫോമാണ് വരുന്നതെങ്കിൽ ഡസ് യൂസ് ചെയ്യും. അതുപോലെ പാസ്റ്റ് ഫോമാണ് വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ ഡിഡ് യൂസ് ചെയ്യും. അതുപോലെ ഇവിടെ ഡിഡിൻ്റെ കൂടെ നോട്ട് എന്ന് വന്നിട്ടില്ല അല്ലേ? കാരണം എന്താണ്? ഇവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ടാഗ് നമ്മൾ പോസിറ്റീവായിട്ട് എഴുതണം. ഓക്കെ. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ നോ എന്ന വേർഡ് വന്നിട്ടുണ്ട് അല്ലേ? നോ, നോട്ട്, അങ്ങനെയുള്ള എന്തെങ്കിലും നെഗറ്റീവ് വേർഡ്സ് വന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ അതിൽ ടാഗ് എഴുതുമ്പോൾ നമ്മൾ അവിടെ നോട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, ഷി കുഡ് ഹാർഡ്ലി ഇമേജിൻ ഷി വാസ് ഓൺ ദിസ് എർത്ത്. കുഡ് ഷി. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ കുഡ് എന്ന് പറയുന്ന വേർബാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ടാഗിലും കുഡ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കുഡിൻ എന്ന് വന്നിട്ടില്ല. കാരണം എന്താണ്? ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഹാർഡ്ലി എന്ന വേർഡ് വന്നിട്ടുണ്ട്. ഹാർഡ്ലി എന്നത് ഒരു നെഗറ്റീവ് വേർഡാണ്. ഓക്കെ. സോ അതിന് മുകളിൽ പറഞ്ഞ സെൻറ്റൻസിൽ നോ എന്ന വേർഡ് വന്നിട്ടുണ്ട്. അതും ഒരു നെഗറ്റീവ് വേർഡാണ്. സോ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസിൻ്റെ കൂടെ ടാഗ് പോസിറ്റീവ് ആയിട്ടുള്ളത് യൂസ് ചെയ്യണം. എന്ന് വെച്ചാൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ടാഗ് എഴുതുമ്പോൾ അതിൽ നോട്ട് എന്ന് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ. സോ ഏതൊക്കെയാണ് നെഗറ്റീവ് വേർഡ്സ് എന്നും അതുപോലെ ക്വസ്റ്റ്യൻ ടാഗ്സ് എങ്ങനെയൊക്കെ എഴുതേണ്ടതെന്നും ഒരുപാട് റൂൾസ് വരുന്നുണ്ട്. ഇവിടെ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കൂടെ നെഗറ്റീവ് ടാഗ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. യു ആർ എ സ്റ്റുഡൻറ്റ്. യു ആർ എ സ്റ്റുഡൻറ്റ് എന്ന് വെച്ചാൽ നീ ഒരു സ്റ്റുഡൻ്റ് ആണ്. അതെന്താ? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. അതിൽ നോയോ നോട്ടോ ഒന്നും ഉപയോഗിച്ചിട്ട് നെഗറ്റീവ് സെൻറ്റൻസ് ആക്കിയിട്ടില്ല. ഓക്കെ. സോ അതുകൊണ്ട് തന്നെ നമ്മളതിൽ ടാഗ് എഴുതുമ്പോൾ നോട്ട് എന്ന വേർഡ് അതിൻ്റെ കൂടെ യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ആർ എന്ന വെർബാണ് വരുന്നത്. സോ അതിൻ്റെ നെഗറ്റീവ് ടാഗ് വരുന്നത് ആറിൻറ്റ് യു എന്നാണ്. ഓക്കെ. ദ നെക്സ്റ്റ്, ഹി ഈസ് വെരി ബിസി. ഇതിൽ ഈസ് ആണ് വേർബ് വരുന്നത്. ഈസ് വരുമ്പോൾ നമ്മൾ ടാഗിൽ എഴുതുമ്പോൾ ഈസിൻറ്റ് എന്നാണ് എഴുതേണ്ടത്. നെക്സ്റ്റ്, ഹി വാസ് ഹാപ്പി. അതിൽ വാസ് ആണ് വെർബ് വരുന്നത്. അതിനെ നെഗറ്റീവ് ടാഗ് ആക്കുമ്പോൾ വാസിൻറ്റ് ഹി എന്ന് വരും. ദ നെക്സ്റ്റ്, ദേ വേർ സർപ്രൈസ്ഡ്. അതിനെ വേർ ഇൻ ദേ എന്ന നെഗറ്റീവ് ടാഗ് ആയിട്ടാണ് എഴുതുന്നത്. ദ നെക്സ്റ്റ്, യു സ്പീക്ക് ഇംഗ്ലീഷ്. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാം, നമ്മൾ ടാഗ് എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ അതിലൊരിക്കലും നമ്മൾ മെയിൻ വേർബ് എഴുതുന്നില്ല. ഓക്കെ. സ്പീക്ക് എന്നത് എന്താണ്? ഒരു മെയിൻ വെർബാണ് വരുന്നത്. അതൊരിക്കലും നമ്മൾ ടാഗിൽ യൂസ് ചെയ്യൂല. ഓക്സിലറി വെർബുകളാണ് നമ്മൾ ടാഗിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടാഗ് എഴുതാനായിട്ട് ഇവിടെ തന്നിട്ടുള്ള ആ ഒരു വെർബ് എന്ന് മെയിൻ വെർബ് എന്ന് പറയുന്നത് സ്പീക്ക് ആണ് അല്ലേ? സോ ആ സ്പീക്ക് എന്നത് വെർബിൻ്റെ ഏത് ഫോമാണെന്ന് നോക്കുക. സ്പീക്ക് ഇവിടെ വരുന്നത് വെർബിൻ്റെ ബേസ് ഫോം ആയിട്ടാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഡു എന്ന വേർഡ് നമ്മൾ യൂസ് ചെയ്യാം. നെക്സ്റ്റ്, ഹി സ്റ്റഡീസ് സ്പാനിഷ്. ഇവിടെ സ്റ്റഡീസ് എന്നത് വേർബിൻ്റെ ഏത് ഫോമാ? യെസ് ഫോമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ടാഗിൽ ഡസ് ആണ് യൂസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വരുന്നത് യു സ്റ്റഡീഡ് ഫോർ ദി ടെസ്റ്റ് എന്നാണ്. അതിൽ സ്റ്റഡീഡ് എന്നത് വേർബിൻ്റെ പാസ്റ്റ് ഫോമാണ്. നമ്മൾ ഡിഡിൻ്റെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ടാഗായിട്ട്. ഇതുപോലെ മെയിൻ വേർബ് വരുമ്പോൾ നമ്മൾ ഡു ആണോ ഡസ് ആണോ ഡിഡ് ആണോ യൂസ് ചെയ്യാന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മളിവിടെ പറഞ്ഞു, നമ്മുടെ മെയിൻ വേർബിൻ്റെ ഫോം ഏതാണെന്ന് നോക്കാം. മെയിൻ വേർബ് നമ്മുടെ ബേസ് ഫോം ആണെങ്കിൽ അതിൻ്റെ കൂടെ ഡു യൂസ് ചെയ്യാം.
എസ് ഫോം ആണെങ്കിൽ അതിൻ്റെ കൂടെ ഡസ് യൂസ് ചെയ്യാം. അതുപോലെ പാസ്റ്റ് ഫോം ആണെങ്കിൽ ഡിഡ് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ അതിൻ്റെ താഴെ കുറച്ച് എക്സാമ്പിൾസും കൂടി ഉണ്ട് അല്ലേ. യു ഹാവ് സ്റ്റഡീഡ് ഓൾ വീക്ക്. ഇവിടെ ഹാവ് എന്ന വേർബാണ് വരുന്നതെങ്കിൽ നമ്മൾ ഹാവിൻ്റെ ആണ് ടാഗിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഹാഡ് ആണെങ്കിൽ ഹാഡിൻ്റെ യൂസ് ചെയ്യും. വിൽ ആണെങ്കിൽ നമ്മൾ വോണ്ട് ആണ് യൂസ് ചെയ്യേണ്ടത്. ക്യാൻ ആണെങ്കിൽ ക്യാൻഡ്. ദെൻ കുഡ് ആണെങ്കിൽ കുഡിൻ്റെ. മസ്റ്റ് ആണെങ്കിൽ മസ്റ്റിൻ്റെ. ദെൻ ഷുഡ് ആണെങ്കിൽ ഷുഡിൻ്റെ. വുഡ് ആണെങ്കിൽ വുഡിൻ്റെ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി ഇതിൽ 2 എക്സെപ്ഷൻസാണ് വരുന്നത്. ഇനി ആമാണ് വേർബായിട്ട് വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ ഏതാ യൂസ് ചെയ്യേണ്ടത്? ആറാണ് യൂസ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക. അതുപോലെ ലെറ്റ് എന്നതാണ് വന്നിട്ടുള്ളതെങ്കിൽ ഷോളാണ് യൂസ് ചെയ്യുക. ആം വരുമ്പോൾ ആറ്, ലെറ്റ് വരുമ്പോൾ ഷോള്. ഇപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ടാഗ്സ് ഇവിടെ ചെയ്യാനുണ്ട്. നെറേറ്റർ, അവർ സ്കൂൾ ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അവിടെ അതിൻ്റെ ടാഗ് എന്താ വരിക? ഇവിടെ നമ്മൾ എന്ത് നോക്കണം? സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന വേർബ് ഏതാണെന്ന് നോക്കണം. സോ ഏതാണ്? ഈസ് എന്നതാണ്. സെൻറ്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ഈസ് ഇൻറ്റ്, ഈസ് ഇൻറ്റ്. ദെൻ സബ്ജക്റ്റ് ഏതാ വരുന്നത്? സ്കൂളാണ് അല്ലേ. സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് എഴുതും? ഈസ് ഇൻറ്റ്, ഇറ്റ് ആണ് എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫ്രണ്ട്. റിയലി ഐ ലവ് ഇറ്റ്. യു ടു ലൈക്ക് ഇറ്റ്. ഇവിടെ ലൈക്ക് എന്ന മെയിൻ വേർബാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡു ആണോ ഡിഡ് ആണോ ഡസ് ആണോ യൂസ് ചെയ്യുന്നത്? യെസ്, ലൈക്ക് എന്നത് ഏത് ഫോമാണ്? ബേസ് ഫോമാണ്. അപ്പോൾ നമ്മൾ ഡു ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഡോണ്ട് യു. നെറേറ്റർ, യെസ് ഐ ഡു. അവർ ടീച്ചേഴ്സ് കെയർ ഫോർ അസ്. ദെൻ ഫ്രണ്ട്, ദേ വിൽ നോട്ട് ലെറ്റ് എനിത്തിങ് അമീസ് ഹാപ്പൻ ടു അസ്. ഇവിടെ വരുന്ന വേർബ് വില്ലാണ്. അതുപോലെ തന്നെ ഈ സെൻറ്റൻസ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. വിൽ നോട്ട് എന്നാണ് ഇവിടെ സെൻറ്റൻസിൽ കൊടുത്തിട്ടുള്ളത്. നോട്ട് വന്നാൽ അതെന്താണ്? ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. സോ നമ്മൾ ടാഗ് എഴുതുമ്പോൾ, ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ പോസിറ്റീവ് എഴുതണം. അപ്പോൾ വിൽ ദേ എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് നെറേറ്റർ, ദ ഹെഡ് ലേഡി റിയലി കെയേഴ്സ് ഫോർ അസ്. വേർബ് വരുന്നത് കെയേഴ്സ് ആണ്. കെയേഴ്സ് എന്ന് പറയുമ്പോൾ അത് ഏത് ഫോമാണ്? വേർബിൻ്റെ എസ് ഫോമാണ്. സോ നമ്മൾ ഡസ് യൂസ് ചെയ്യണം. ഡസ് ഇൻ ഷീ. ദ ഹെഡ് ലേഡി എന്ന് പറയുന്നത് എന്താണ്? ഒരു പെണ്ണാണ്. അപ്പോൾ നമ്മൾ ഡസ് ഇൻ ഷീ എന്ന് യൂസ് ചെയ്യാം. ദ നെക്സ്റ്റ് ഫ്രണ്ട്, വി ഹാവ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടോയ്സ് ഹിയർ. ദ ലെറ്റ് us പ്ലേ വിത്ത് ദം. ഇവിടെ പ്ലേ ആണ് മെയിൻ വേർബായിട്ട് വരുന്നത്. സോ പ്ലേ വരുമ്പോൾ നമ്മൾ വേർബിൻ്റെ ഏത് ഫോമാണ്? ബേസ് ഫോമാണ്. സോ നമ്മൾ ഡു യൂസ് ചെയ്യും. സോ ഡോണ്ട്, ദേ എന്നാണ് ഇവിടെ വരുന്നത്. ദെൻ നെറേറ്റർ, യെസ് ബട്ട് ഓൺലി ഡ്യൂറിങ് ലെഷർ ടൈം, ലെറ്റ്സ് ഗോ ആൻഡ് പ്ലേ. ഇവിടെ ലെറ്റ് വരുന്നുണ്ട്. സോ നമ്മൾ ടാഗ് എഴുതുമ്പോൾ ലെറ്റ് വരുമ്പോൾ ഏതാ യൂസ് ചെയ്യുക പറഞ്ഞ്? ഷോൾ ആണ് അല്ലേ. ഷോൾ വി എന്നാണ് വരുന്നത്. ഓക്കെ, നോട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ടാഗ് നമ്മൾ പോസിറ്റീവാണ് എഴുതുന്നത്. കാരണം ഇവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവാണ്. ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് യെസ് അതെ, ബട്ട് ഓൺലി ശരിയാണ് പക്ഷേ എന്ന് പറയുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് മീനിങ് ആണ് ഈ ഒരു സെൻറ്റൻസിന് വരുന്നത്. ആക്ടിവിറ്റി 2, നൈനിക, എ ക്ലാസ് 9 സ്റ്റുഡൻറ്റ്, went home and narrated the story half a day to her younger brother. The first few sentences of Nainika's narration are given below. Read them carefully. ഇവിടെ താഴെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിട്ടുള്ള നൈനിക അവളുടെ വീട്ടിൽ ചെന്നിട്ട് അവളുടെ യങ്ങർ ബ്രദറിന് ഈ ഹാഫ് എ ഡേ എന്ന് പറയുന്ന സ്റ്റോറി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ പറഞ്ഞു കൊടുത്തതിലെ കുറച്ച് സെൻറ്റൻസുകളാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, വായിച്ചു നോക്കാം അല്ലേ. നിതിൻ, I read an interesting story today. It is the story of a little boy. ഒരു ലിറ്റിൽ ബോയുടെ സ്റ്റോറിയാണത്. He was taken to school for the first time by his father. അവന് സ്കൂളിലേക്ക് ആദ്യമായിട്ട് പോവുകയാണല്ലേ. ആരുടെ കൂടെയാണ്? ഫാദറിൻ്റെ കൂടെ. All his clothes, the black shoes, the green school uniform and the red bush were newly brought for the special day. ആ ഒരു സ്പെഷ്യൽ ഡേക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള പുതിയ ബ്ലാക്ക് ഷൂവും ഗ്രീൻ സ്കൂൾ യൂണിഫോമും റെഡ് ടബൂഷൊക്കെയാണ് അവന് ധരിച്ചിട്ടുള്ളത്. While he was walking to school, he was being watched by his mother, his father, and he had walked along a street lined with gardens on both sides, extensive fields that had been planted with crops, prickly pears, henna trees, and a few date palms
could be seen on either side of the street. സ്കൂളിലേക്ക് നടന്നു പോകുന്നത് അമ്മ നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ദെൻ അവർ പോകുന്ന വഴിയിൽ കാണുന്ന ആ കാഴ്ചകളൊക്കെ ഇവിടെ എന്താണ് നൈനിക അവളുടെ ബ്രദറിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി ആക്ടിവിറ്റി എന്താണ്? നൗ റീഡ് ദ സ്റ്റോറി ഹാഫ് എ ഡേ അഗെയിൻ ആൻഡ് ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസസ് ഇൻ ദി സ്റ്റോറി ദാറ്റ് കൺവേ ദ സെയിം മീനിങ്. റൈറ്റ് ദ സെൻറ്റൻസസ് ഇൻ ദി ടേബിൾ ഗിവൺ ബിലോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഹാഫ് എ ഡേ എന്ന് പറയുന്ന ആ സ്റ്റോറി ഒന്നും കൂടി വായിക്കുക. എന്നിട്ട് ഇവിടെ ഈ നൈനിക പറഞ്ഞിട്ടുള്ള ആ സെൻറ്റൻസുകളുടെ അതേ അർത്ഥം വരുന്ന സെൻറ്റൻസുകൾ നമ്മുടെ ഹാഫ് എ ഡേ എന്ന് പറയുന്ന സ്റ്റോറിയിലും കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് താഴെയുള്ള ടേബിളിൽ ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ടേബിളിൽ 2 കോളംസ് കൊടുത്തിട്ടുണ്ട്, എ ഉണ്ട് ബി ഉണ്ട് അല്ലേ. എ കോളത്തിൽ സെൻറ്റൻസസ് ഫ്രം ദി സ്റ്റോറിയാണ്. ഏതാണ്? ഹാഫ് എ ഡേ എന്ന് പറയുന്ന സ്റ്റോറിയിൽ വരുന്ന സെൻറ്റൻസുകൾ എഴുതുക. നൈനിക പറഞ്ഞ സ്റ്റോറിയിലുള്ളത് ബി കോളത്തിലും എഴുതുക. ഓക്കെ, ഫസ്റ്റ് വരുന്നത് ഐ പ്രൊസീഡഡ് അലോങ് സൈഡ് മൈ ഫാദർ ക്ലച്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ്. ഫാദറിൻ്റെ കൈ പിടിച്ച് പോയി എന്ന് പറയുന്ന ആ സെൻറ്റൻസ് ആണ് അല്ലേ. ആ സെയിം മീനിങ് നൈനികയുടെ സ്റ്റോറിയിൽ വരുന്നത് ഏതാണ്? ഹി വാസ് ടേക്കൺ ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ ഹിസ് ഫാദർ. Then second sentence, all my clothes were new, the black shoes, the green school uniform and the red tabush. അത് നൈനിക പറയുമ്പോൾ all his clothes, the black shoes, the green school uniform and the red tabush were newly brought for the special day. Next, my mother stood at the window watching us. അത് ബി കോളത്തിൽ വരുമ്പോൾ while he was walking to school, he was being watched by his mother. The next, on both sides were extensive fields planted with crops, prickly pears, henna trees. Then B കോളത്തിൽ extensive fields had been planted with crops, prickly pears, henna trees. Then A കോളത്തിൽ on both sides were a few date palms. B കോളത്തിൽ വരുന്നത് a few date palms could be seen on either side of the street. Now let's analyze the sentences. ഈ 2 ടേബിളിലും തന്നിട്ടുള്ള സെൻറ്റൻസുകൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. വാട്ട് ഡിഫറൻസ് ഡു യു നോട്ടീസ് ബിറ്റ്വീൻ ദ 2 സെറ്റ്സ് ഓഫ് സെൻറ്റൻസസ് ഇൻ ദി ടേബിൾ? ആ ടേബിളിലെ 2 സെറ്റ് സെൻറ്റൻസുകളാണ് അല്ലേ. ഒരു സൈഡിൽ തന്ന സെൻറ്റൻസുകളല്ല മറ്റേ സൈഡിൽ വരുന്നത്, അതിൽ വ്യത്യാസം വരുന്നുണ്ട്. വിച്ച് ഓഫ് ദീസ് സെൻറ്റൻസസ് എക്സ്പ്രസ് ദ ആക്റ്റീവ് റോൾ ഓഫ് ദി ഡൂവർ ഓഫ് ദി ആക്ഷൻസ് മെൻഷൻഡ്? ഇതിൽ ഏത് സെൻറ്റൻസിലാണ് ഡൂവർ എന്ന് വെച്ചാൽ ഒരു കാര്യം, ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളുണ്ടാവുമല്ലോ ഒരു സെൻറ്റൻസിൽ, ആ ഒരാൾക്ക് ആക്റ്റീവായിട്ടുള്ള ഒരു റോള് കൊടുക്കുന്ന സെൻറ്റൻസ് ഇതിലെ ഏത് സെറ്റിലാണ് വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. എ കോളത്തിലാണ് ഡൂവറിന് ആക്റ്റീവ് റോള് വരുന്നത് അല്ലേ. അതിൽ കണ്ടില്ലേ ഐ, അതുപോലെ മൈ മദർ, അങ്ങനെ ആ ഡൂവർ എന്ന് വെച്ചുള്ള പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാണ് ആക്റ്റീവ് റോള് കൊടുത്തിട്ടുള്ളത്. സോ the sentences in column B do not emphasize the doer. അതുപോലെ കോളം ബിയിലുള്ള സെൻറ്റൻസുകളിലൊന്നും ഡൂവറിനെ എന്താണ് ആക്റ്റീവ് റോള് വരുന്നില്ല. ദി സെൻറ്റൻസസ് എംഫസൈസ് ദി ആക്ഷൻ റദർ ദാൻ ദി ഏജൻറ്റ്. ആ ഏജൻറ്റിനെ അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുന്ന ആളെക്കാളും ഇമ്പോർട്ടൻസ് ആ സെൻറ്റൻസുകളിൽ ആർക്കാണ് കൊടുത്തിട്ടുള്ളത്? ആ ഒരു ആക്ഷനാണ്, ആ പ്രവൃത്തിക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഇറ്റ്സ് നോട്ട് ഓൾവേസ് നെസസറി ടു മെൻഷൻ ദ doer of the action, especially if this can be understood or is unknown or unimportant. ഈ ഡൂവർക്ക് ആക്റ്റീവ് റോൾ കൊടുക്കുക അല്ലെങ്കിൽ ഡൂവറെ കാര്യമായിട്ട് മെൻഷൻ ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല അല്ലേ. ചില സെൻറ്റൻസുകളിൽ അതിനത്ര ഇമ്പോർട്ടൻസ് വരുന്നുണ്ടാവില്ല. ആ ഡൂവർ എന്ന് പറയുന്ന ആ പ്രവൃത്തി ചെയ്യുന്ന ആൾക്ക് അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. സോ 2 ടൈപ്പ് സെൻറ്റൻസുകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഡൂവർക്ക് ആ ഒരു കാര്യം ചെയ്യുന്ന ആൾക്ക് ആക്റ്റീവ് റോള് കൊടുക്കുന്ന സെൻറ്റൻസ് ആണെങ്കിൽ അവയെ നമ്മൾ എന്താ പറയുന്നത്? ആക്റ്റീവ് വോയിസ് എന്നാണ് പറയുന്നത്. ഇനി അതുപോലെ ഡൂവർക്ക് പ്രാധാന്യം നൽകാതെ ആ ചെയ്യുന്ന ഒരു ആക്ഷന്, ആ ഒരു പ്രവൃത്തിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സെൻറ്റൻസുകളാണെങ്കിൽ അതിനെ നമ്മൾ പാസീവ് വോയിസ് എന്നും പറയും. ഓക്കെ, വേർ ഡു വി യൂസ് ദ പാസീവ് വോയിസ്? നമ്മൾ എവിടെയൊക്കെയാണ് പാസീവ് വോയിസ് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്.
When the doer is unknown or unimportant, the passive voice is normally used. ഡൂവർ എന്ന് പറയുന്നത് അൺനോൺ ആണ്, അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഡൂവർ എന്ന് പറയുന്നതിന് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ അവിടെയൊക്കെയാണ് നമ്മൾ പാസീവ് വോയിസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ദി ഫോളോയിങ് സെന്റൻസസ് ആർ ടേക്കൺ ഫ്രം എ ഫ്യൂ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ഇൻ വിച്ച് ദ പാസീവ് വോയിസ് ഈസ് യൂസ്ഡ്. ഇവിടെ താഴെ കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. അതെന്താണ്, നമ്മൾ റിയൽ ലൈഫിൽ ഏതെല്ലാം സിറ്റുവേഷൻസിലാണ് പാസീവ് വോയിസ് യൂസ് ചെയ്യുന്നത് എന്നാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. മാച്ച് ദ സെൻറ്റൻസസ് ഇൻ പാസീവ് വോയിസ് ടു ദ കറസ്പോണ്ടിങ് സിറ്റുവേഷൻ. ഇനി താഴെ ഈ ടേബിളിൽ തന്നിട്ടുള്ളതിൽ ഈ പാസീവ് വോയിസിൽ വരുന്ന സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. ഓരോ സെൻറ്റൻസും വായിച്ച് നോക്കുക, എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഏതാണ് വരുന്നത് അതുമായിട്ട് മാച്ച് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് വരുന്നത് The Women's Reservation Bill was passed by the Lok Sabha. Lok Sabha Women's Reservation Bill പാസ്സാക്കി എന്നാ പറയുന്നത്. സോ ഇതെന്താണ്, ഇതൊരു ഇവന്റ് റിപ്പോർട്ട് ചെയ്യാണ് അല്ലേ. സോ റിപ്പോർട്ടിംഗ് ആൻഡ് ഇവന്റ് ആണ് ഇവിടെ വരുന്ന സിറ്റുവേഷൻ. The next, the decision to conduct the tour was taken by the headmistress. ടൂർ കണ്ടക്ട് ചെയ്യാനുള്ള തീരുമാനം ഹെഡ് മിസ്ട്രസ് എടുത്തിട്ടുണ്ട്. ഇതൊരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആണ്. The next, the software was installed on the computer. കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇതൊരു ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ ആണ്. നെക്സ്റ്റ്, ദ പേഷ്യൻ്റ് വാസ് എക്സാമിൻഡ് ബൈ എ ടീം ഓഫ് ഡോക്ടേഴ്സ്. ഒരു ടീം ഡോക്ടേഴ്സ് ആ പേഷ്യൻറ്റിനെ പരിശോധിച്ചിട്ടുണ്ട്. ഇതൊരു ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ റിപ്പോർട്ട്സ് ആണ്. നെക്സ്റ്റ്, ദി കോൺട്രാക്ട് വാസ് സൈൻഡ് ബൈ ബോത്ത് പാർട്ടീസ്. രണ്ട് പാർട്ടീസും ആ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തു. ഇത് ലീഗൽ ഡോക്യുമെൻ്റ് ആണ്. നെക്സ്റ്റ്, ദി ഓർഡർ വാസ് അക്സെപ്റ്റഡ് ബൈ ദ വെഞ്ചർ. വെഞ്ചേഴ്സ് ആ ഓർഡർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ബിസിനസ് കറസ്പോണ്ടൻസ് ആണ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഏതെല്ലാം സിറ്റുവേഷൻസിലാണ് പാസീവ് വോയിസ് യൂസ് ചെയ്യുന്നതെന്ന് കണ്ടു അല്ലേ. ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ്, ബിസിനസ് കറസ്പോണ്ടൻസ്, റിപ്പോർട്ടിംഗ് ആൻഡ് ഇവൻറ്റ്, ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ റിപ്പോർട്ട്സ്, legal documents. Okay, passive voice shifts the focus from the doer to the action. Passive voice എന്ന് പറയുന്നത് എന്താണ്, ഡൂവർക്ക് ഫോക്കസ് കൊടുക്കുന്ന ഒരു സെൻറ്റൻസിൽ ആ ഡൂവറെ മാറ്റിയിട്ട് അവിടെ ആക്ഷന് ഫോക്കസ് ചെയ്ത് വരുമ്പോഴാണ് അത് പാസീവ് വോയിസ് ആയിട്ട് വരുന്നത്. പാസീവൈസേഷൻ ഇൻവോൾവ്സ് ചേഞ്ചിങ് ദ സ്ട്രക്ചർ ഓഫ് ദി വെർബ് ആൻഡ് ഇറ്റ്സ് ഓർഡർ. പാസീവൈസേഷൻ എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് വോയിസിനെ നമ്മൾ പാസീവ് ആക്കുമ്പോൾ അവിടെ എന്താണ്, അതിലെ വേർബും അതിൻ്റെ സ്ട്രക്ചറും ഒക്കെ മൊത്തത്തിൽ മാറുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ടേബിൾ നന്നായി ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകും ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ആകുമ്പോൾ വേർബിലും സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിലും വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന്. നെക്സ്റ്റ്, എ ഫ്യൂ സെൻറ്റൻസസ് ബേസ്ഡ് ഓൺ ദി സ്റ്റോറി ഹാഫ് എ ഡേ ആർ ഗിവൺ ബിലോ. ഹാഫ് എ ഡേ എന്ന സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് താഴെ ടേബിളിൽ തന്നിട്ടുള്ളത്. Analyze them and note the change in the form of the verb. ഈ സെൻറ്റൻസുകൾ അനലൈസ് ചെയ്യുക, എന്നിട്ട് ആ ആക്റ്റീവ് വോയിസിലും പാസീവ് വോയിസിലും വേർബുകളിൽ വരുന്ന ചേഞ്ച് എന്താണെന്ന് നിങ്ങളോട് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് കോളത്തിൽ സെൻറ്റൻസസ് ഇൻ ആക്റ്റീവ് വോയിസ് ആണ്. ആക്റ്റീവ് വോയിസിലുള്ള സെൻറ്റൻസുകളാണ് ഫസ്റ്റ് കോളത്തിൽ തന്നിട്ടുള്ളത്. ഇനി അതിനെ നിങ്ങൾ സെൻറ്റൻസസ് ഇൻ പാസീവ് വോയിസ് ആക്കി എഴുതണം. ഓക്കെ, ആക്റ്റീവ് വോയിസിനെ എങ്ങനെ പാസീവ് വോയിസ് ആക്കി എഴുതുക എന്ന് ഇവിടെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളത് നോക്കിയിട്ട് വേണം ഇവിടെ ചേഞ്ച് ചെയ്ത് എഴുതാൻ. ഓക്കെ, എന്നിട്ട് ആക്റ്റീവ് വോയിസിലുള്ള വേർബ് ഏതാണെന്നും അതുപോലെ പാസീവ് വോയിസിലുള്ള വേർബ് ഏതാണ് വരുന്നത് എന്നും ഈ ഓരോ കോളത്തിലും എടുത്തെഴുതാം. ഫസ്റ്റ് സെൻറ്റൻസ്, I challenged my father openly. അത് ആക്റ്റീവ് വോയിസ് ആണ്. ദെൻ അത് പാസീവ് വോയിസിൽ എഴുതുമ്പോൾ മൈ ഫാദർ വാസ് ഓപ്പൺലി ചലഞ്ചഡ് ബൈ മീ എന്നാകും. ദെൻ ആക്റ്റീവ് വോയിസിൽ വരുന്ന വേർബ് അല്ലെങ്കിൽ ഫ്രേസ് ഏതാണ്, ചലഞ്ചഡ് ആണ്. അത് പാസീവ് വോയിസിലാകുമ്പോൾ വാസ് ചലഞ്ചഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. നെക്സ്റ്റ്, ഹി ഈസ് ത്രോയിങ് മീ ഇൻ ടു ദിസ് ബിൽഡിംഗ്. അത് പാസീവ് വോയിസിൽ എഴുതുമ്പോൾ ഐ ആം ബീയിങ് ത്രോൺ ഇൻ ടു ദിസ് ബിൽഡിംഗ് ബൈ ഹിം. ഓക്കെ, സോ വേർബിൽ വരുന്ന ചേഞ്ച് എന്തൊക്കെയാ, ഈസ് ത്രോയിങ് എന്നത് ആം ബീയിങ് ത്രോൺ എന്നായി മാറുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഫാദർ വാസ് ടിയറിങ് മീ എവേ ഫ്രം മൈ ഹോം. അത് പാസീവിൽ എഴുതുമ്പോൾ ഐ വാസ് ബീയിങ് ടോൺ എവേ ഫ്രം മൈ ഹോം ബൈ ഫാദർ. ഓക്കെ, അപ്പോൾ വേർബിൽ വരുന്ന ചേഞ്ച് വാസ് ടിയറിങ് വാസ് ബീയിങ് ടോൺ ആകുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ
വെർബ് മാത്രമല്ല ചേഞ്ച് ആകുന്നത്, ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ തന്നെ മൊത്തത്തിൽ മാറുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, ദ മെൻ were sorting us. പാസീവ് വോയിസിൽ we were being sorted by the men. ഓക്കെ, അപ്പോൾ വെർബ് were sorting എന്നത് were being sorted ആകുന്നുണ്ട്. നെക്സ്റ്റ്, he has played all sorts of games. പാസീവ് വോയിസിൽ വരുമ്പോൾ all sorts of games have been played by him. ഇവിടെ വെർബ് വരുന്ന ചേഞ്ച് ഹാസ് പ്ലേഡ് ഹാവ് ബീൻ പ്ലേഡ് ആകുന്നുണ്ട്. ദെൻ നെക്സ്റ്റ്, വി ഹാവ് ചാൻറ്റഡ് അവർ ഫസ്റ്റ് സോങ്. അത് അവർ ഫസ്റ്റ് സോങ് ഹാസ് ബീൻ ചാൻറ്റഡ് ബൈ അസ് ആയി മാറുന്നുണ്ട്. ദെൻ വെർബിൽ വരുന്ന ചേഞ്ച് എന്താ? ഹാവ് ചാൻറ്റഡ് ഹാസ് ബീൻ ചാൻറ്റഡ് ആകുന്നുണ്ട്. ദെൻ നെക്സ്റ്റ്, ദേ ഹാഡ് ഇൻട്രൊഡ്യൂസ്ഡ് ലാംഗ്വേജ് ടു അസ്. അത് വി ഹാഡ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ടു ലാംഗ്വേജ് ബൈ ദം എന്നാകുന്നുണ്ട്. സോ വെർബിൽ എന്തൊക്കെയാ ചേഞ്ച്? ഹാഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഹാഡ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ആകുന്നുണ്ട്. ലാസ്റ്റ് വൺ, ഐ ഷോൾ നോട്ട് അനോയ് യു. അത് പാസീവ് വോയിസിൽ വരുമ്പോൾ യു ഷോൾ അല്ലെങ്കിൽ വിൽ യൂസ് ചെയ്യാം. നോട്ട് ബി അനോയ്ഡ് ബൈ മീ എന്നാകുന്നുണ്ട്. ദെൻ വെർബിൽ വരുന്ന ചേഞ്ച് ഷോൾ നോട്ട് അനോയ് എന്നത് ഷോൾ നോട്ട് ബി അല്ലെങ്കിൽ വിൽ നോട്ട് ബി എന്നാക്കി എഴുതാം. ഇങ്ങനെ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ആക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് നിങ്ങൾ ടെൻസ് നന്നായി അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസേഴ്സ് ഒക്കെ എഴുതാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് ആക്ടിവിറ്റി, യുവർ സ്കൂൾ ഹാസ് വൺ ദി ഫസ്റ്റ് പ്രൈസ് ഫോർ വൺ ആക്ട് പ്ലേ ഇൻ ദ ഡിസ്ട്രിക്ട് ഇംഗ്ലീഷ് ഒളിമ്പ്യാഡ്. എ ജേർണലിസ്റ്റ് നോട്ടഡ് ദ ഫോളോയിങ് പോയിന്റ്സ് ഫോർ എ ന്യൂസ് റിപ്പോർട്ട്. നിങ്ങളുടെ സ്കൂള് ഡിസ്ട്രിക്ട് ഇംഗ്ലീഷ് ഒളിമ്പ്യാഡിൽ വൺ ആക്ട് പ്ലേയിൽ ഫസ്റ്റ് പ്രൈസ് വിൻ ചെയ്തിട്ടുണ്ട്. ഒരു ന്യൂസ് റിപ്പോർട്ട് അതിനെക്കുറിച്ച് തയ്യാറാക്കാനായിട്ട് ഒരു ജേർണലിസ്റ്റ് നോട്ട് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ഒക്കെയാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഹാഫ് എ ഡേ, കണ്ണന്തലി, എറ്റിസേഴ്സ്, സ്കൂളിൻ്റെ പേരാണ് അല്ലേ. ദെൻ ക്ലാസ് നെയിം, സ്റ്റുഡൻസ്, ഒളിമ്പ്യാഡ് നെയിം, ഡേറ്റ് ആൻഡ് ലൊക്കേഷൻ, പ്ലോട്ട് ഓഫ് ദ പ്ലേ, ഹാർഡ് വർക്ക് ആൻഡ് ടാലൻറ്റ് ഓഫ് പെർഫോമേഴ്സിൻ്റെ ഹാർഡ് വർക്കും അവരുടെ കഴിവുകളും, അതുപോലെ ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് ഓഫ് ടീച്ചേഴ്സ്, ടീച്ചേഴ്സിൻ്റെ ഗൈഡൻസും സപ്പോർട്ടും, ദെൻ ഓഡിയൻസ് ആൻഡ് ജഡ്ജസ്, ദെൻ അപ്രീസിയേഷൻ ഓഫ് ദി എഫേർട്ട് ഓഫ് ദി സ്റ്റുഡൻസ് ആൻഡ് ഫാക്കൽറ്റി, സ്റ്റുഡൻസിൻ്റെയും ഫാക്കൽറ്റിയുടെയും എഫേർട്ടിനെ അഭിനന്ദിക്കുക. ഈ പോയിന്റ്സ് ഒക്കെ എന്തിനാണ്? ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. ഹെൽപ്പ് ദി ജേർണലിസ്റ്റ് ഡെവലപ്പ് ദ ഹിൻസ് ഇൻ ടു എ ന്യൂസ് റിപ്പോർട്ട്. ഈ സൂചനകളെല്ലാം ഡെവലപ്പ് ചെയ്തിട്ട് വികസിപ്പിച്ചിട്ട് ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് ജേർണലിസ്റ്റിനെ സഹായിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? നിങ്ങളുടെ സ്കൂള് ഫസ്റ്റ് പ്രൈസ് വിൻ ചെയ്തതിൽ നിങ്ങളൊരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കണം. ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് ഇവിടെ മുകളിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നല്ലൊരു ഹെഡ്ലൈൻ കൊടുക്കാം. ഹാഫ് എ ഡേ ബ്രിങ്സ് ഹോം ഗോൾഡ് ഫോർ കണ്ണന്തലി HSS. കണ്ണന്തലി HSSലേക്ക് ഹാഫ് എ ഡേ ഗോൾഡ് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത്. സോ എന്ത് എഴുതാം? കണ്ണന്തലി HSS ക്ലാസ് 9 സ്റ്റുഡൻസ് വൺ ദ ഫസ്റ്റ് പ്രൈസ് ഫോർ ദെയർ വൺ ആക്ട് പ്ലേ ഹാഫ് എ ഡേ അറ്റ് ദ ഡിസ്ട്രിക്ട് ഇംഗ്ലീഷ് ഒളിമ്പ്യാഡ് ഹെൽഡ് ഓൺ ദി 8th and 9th of July at കോഴിക്കോട്. കണ്ണന്തലി HSSലെ 9ാം ക്ലാസ് സ്റ്റുഡൻസ് ജൂലൈ 8നും 9നും കോഴിക്കോട് വെച്ച് നടന്ന ഡിസ്ട്രിക്ട് ഇംഗ്ലീഷ് ഒളിമ്പ്യാഡിൽ ഹാഫ് എ ഡേ എന്ന വൺ ആക്ട് പ്ലേയിൽ ഏകാംഗ നാടകത്തിൽ ഫസ്റ്റ് പ്രൈസ് വിൻ ചെയ്തിരിക്കുന്നു. ദ പ്ലേസ് എൻഗേജിംഗ് പ്ലോട്ട് ആൻഡ് ദി ഹാർഡ് വർക്ക് ആൻഡ് ടാലൻറ്റ് ഓഫ് ദി പെർഫോമേഴ്സ് captivated both the audience and the judges, earning them high praise. നാടകത്തിൻ്റെ ആകർഷകമായ ഇതിവൃത്തവും അവതാരകരുടെ പെർഫോമേഴ്സിൻ്റെ കഠിനാധ്വാനവും കഴിവും പ്രേക്ഷകരെയും ജഡ്ജസിനെയും ആകർഷിക്കുകയും അവർക്ക് ഉയർന്ന സ്ഥാനം നേടുവാനും ഇടയായി. The students' success was greatly supported by the guidance and encouragement of their teachers. അവരുടെ ടീച്ചേഴ്സിൻ്റെ ഗൈഡൻസ്, മാർഗനിർദ്ദേശവും അതുപോലെ തന്നെ പ്രോത്സാഹനവും ആ വിദ്യാർത്ഥികൾ നേടിയ ആ ഒരു വിജയത്തിന് വളരെയധികം പിന്തുണയായിട്ടുണ്ട്. This achievement not only showcases the students' dramatic abilities but also highlights the dedication of the faculty in nurturing their talents. ഈ നേട്ടം വിദ്യാർത്ഥികളുടെ കഴിവുകളെ എടുത്തു കാണിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് ഫാക്കൽറ്റിയുടെ അർപ്പണബോധത്തെയും കൂടി എടുത്തു കാണിക്കുന്നുണ്ട്.
The appreciation from the audience and judges is a testament to the collective effort and excellence of കണ്ണന്തള്ളി എച്ച് എസ് എസ്. കണ്ണന്തള്ളി എച്ച് എസ് എസിൻ്റെ കൂട്ടായ പ്രയത്നത്തിൻ്റെയും മികവിൻ്റെയും തെളിവാണ് ആ സദസ്സിൽ നിന്നും ആ ജഡ്ജസിൽ നിന്നും അവർക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു അപ്രീസിയേഷൻ, അഭിനന്ദനം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3. Here is a retold version of the first part of the story. Half a day, go through it. ഹാഫ് എ ഡേ എന്ന സ്റ്റോറിയുടെ ഒരു റീടോൾഡ് വേർഷൻ ആണ് ഇവിടെ താഴെ തന്നിട്ടുള്ളത്. സോ വായിച്ചു നോക്കാം. ദി ബോയ് വാസ് വാക്കിംഗ് ടു സ്കൂൾ വിത്ത് ഹിസ് ഫാദർ. ആ ബോയ് അവൻ്റെ ഫാദറിൻ്റെ കൂടെ സ്കൂളിലേക്ക് നടന്നു പോകുകയായിരുന്നു. ഹിസ് മദർ വാസ് സ്റ്റാൻഡിങ് അറ്റ് ദി ഡോർ വാച്ചിങ് ദം. അമ്മ അവരെ നോക്കിക്കൊണ്ട് ആ ഡോറിനടുത്ത് അവിടെ നിൽക്കുകയായിരുന്നു. They walked through a street lined with gardens. Beyond the gardens there was a vast field. The boy thought his father was punishing him by taking him to school. On the way to school he was arguing with his father, and his father was trying to convince him that school would be good for him. When they came to the school gate, a few children were playing in the garden. ഓക്കെ, ആ ടെക്സ്റ്റിൽ തന്ന ആ സെയിം സെൻറ്റൻസ് ആണ്, പക്ഷേ അതെന്താണ് റീടോൾഡ് ചെയ്യുന്ന ഒരു വേർഷനാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. എന്ന് വെച്ചാൽ ഒരു കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് പറയുന്ന പോലെയുള്ള ഒരു വേർഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് താഴെ. വെൻ ഡു ദി ആക്ഷൻസ് മെൻഷൻഡ് ഇൻ ദി നെറേഷൻ ടേക്ക് പ്ലേസ്. ഇവിടെ ഈ തന്നിട്ടുള്ള ഈ ഒരു നെറേഷൻ, ഈ ഒരു പാസേജിൽ ഏത് ആക്ഷൻസ് എല്ലാം ഏത് സമയത്ത് നടന്നിട്ടുള്ളതാണ് എന്നാണ് ചോദിക്കുന്നത്. സോ ഏതാണ്? ദി ആക്ഷൻസ് ടേക്ക് പ്ലേസ് ഇൻ ദി പാസ്റ്റ്. ഇവിടെ കൊടുത്തിട്ടുള്ള ആക്ഷൻസ് എല്ലാം തന്നെ പാസ്റ്റിൽ വരുന്നതാണ് അല്ലേ, കഴിഞ്ഞു പോയിട്ടുള്ള ആക്ഷൻസ് ആണ്. Then which of these actions were already complete when they were narrated? ഇവിടെ തന്നിട്ടുള്ള ആക്ഷൻസിൽ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ പാസ്റ്റിൽ വരുന്ന, സിമ്പിൾ പാസ്റ്റിൽ വരുന്ന ആക്ഷൻസ് ഏതൊക്കെയാണ്? സോ ഏതൊക്കെയാണ്? വോക്ക്ഡ്, തോട്ട്, കെയിം. അതൊക്കെ എന്താ സിമ്പിൾ പാസ്റ്റിൽ വരുന്നതാണ്. The next, which of these actions were in progress at the time of narration? ഇവിടെ ഈ പറയുന്ന ഈ സെൻറ്റൻസ് നരേറ്റ് ചെയ്യുന്ന സമയത്ത് നടന്നുകൊണ്ടേയിരിക്കുന്ന ആക്ഷൻസ് ഏതൊക്കെയാണ് എന്ന് വെച്ചാൽ പാസ്റ്റ് കണ്ടിന്യൂസിൽ വരുന്ന ആക്ഷൻ വേർഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ഏതൊക്കെ എഴുതാം? കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ING ഫോം ചേർത്തിട്ടുള്ള വേർഡ്സ് ആയിരിക്കും. So, was walking, was standing, was punishing, was arguing, was trying, were playing. ഇതൊക്കെയാണ് വരുന്നത്. ഇനി now pick out the sentences from the passage and complete the table. One has been done for you. ഇനി മുകളിലുള്ള ആ ഒരു പാസേജ് വായിച്ചിട്ട് ഇവിടെ താഴെയുള്ള ഈ ടാബിൾ നിങ്ങളോട് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റഡ് ആക്ഷൻസ് ആണ് ഒരു കോളത്തിൽ എഴുതാനുള്ളത്. സിമ്പിൾ പാസ്റ്റ് ടെൻസ്, ദെൻ ആക്ഷൻസ് ഇൻ പ്രോഗ്രസ് എന്ന് വെച്ചാൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, അത് വരുന്ന അങ്ങനെയുള്ള വെർബ്സ് വരുന്ന സെൻറ്റൻസ് എഴുതുക, എന്നിട്ട് ആ വെർബ് ഏതാണെന്നും കൂടി എഴുതുക. ഓക്കെ, സോ ഫസ്റ്റ് വൺ തന്നിട്ടുണ്ട് കംപ്ലീറ്റഡ് ആക്ഷൻസിൽ. They walked through a street lined with gardens. അതിൽ വരുന്ന കംപ്ലീറ്റഡ് ആക്ഷൻ അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആയിട്ടുള്ള വേർബ് ഏതാണ്? വാക്ക്ഡ് ആണ്. ദെൻ ആക്ഷൻസ് ഇൻ പ്രോഗ്രസ്സിൽ വരുന്നത് സെൻറ്റൻസ് ദി ബോയ് വാസ് വാക്കിംഗ് ടു സ്കൂൾ വിത്ത് ഹിസ് ഫാദർ. അതിൽ വരുന്ന വേർബ് അല്ലെങ്കിൽ വേർബ് ഫ്രേസ് വാസ് വാക്കിംഗ് എന്നാണ്. സോ അതെന്താണ്? പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ദെൻ ബാക്കി ഏതൊക്കെയാണ് വരുന്നത്? നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷൻ വേർഡ് തോട്ട് ആണ് വരുന്നത്. ആ സെൻറ്റൻസ് ദി ബോയ് തോട്ട് ഹിസ് ഫാദർ വാസ് പണിഷിങ് ഹിം ബൈ ടേക്കിംഗ് ഹിം ടു സ്കൂൾ. ദെൻ നെക്സ്റ്റ് വരുന്നത് കെയിം ആണ്. അതിൻ്റെ സെൻറ്റൻസ് വെൻ ദേ കെയിം ടു ദ സ്കൂൾ ഗേറ്റ് എ ഫ്യൂ ചിൽഡ്രൻ വേർ പ്ലേയിങ് ഇൻ ദി ഗ്രൗണ്ട്. നെക്സ്റ്റ് ആക്ഷൻസ് ഇൻ പ്രോഗ്രസ്സിൽ വരുന്നത് ഏതൊക്കെയാണ്? പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് വരുന്നത്. സോ ഏതാണ്? ഹിസ് മദർ വാസ് സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർ വാച്ചിങ് ദം. അതിൽ വാസ് സ്റ്റാൻഡിങ്. ദെൻ ഓൺ ദി വേ ടു സ്കൂൾ ഹി വാസ് ആർഗ്യൂയിങ് വിത്ത് ഹിസ് ഫാദർ. അവിടെ വാസ് ആർഗ്യൂയിങ്. നെക്സ്റ്റ് ഹിസ് ഫാദർ വാസ് ട്രൈയിങ് ടു കൺവിൻസ് ഹിം. അവിടെ വാസ് trying. Next, when they came to the school gate, a few children were playing in the garden. ഇവിടെ were playing.
ഇനി ഹൗ ഡിഡ് യു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ടു ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്? ഈ രണ്ട് ടൈപ്പ് സെൻറ്റൻസുകളും എങ്ങനെയെല്ലാമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. വാട്ട് ഡിഫറൻസസ് ഡു യു ഫൈൻഡ് ഇൻ ദി ഫോം ഓഫ് ദി വേർബ്സ് യൂസ്ഡ് ഇൻ ദി സെൻറ്റൻസസ്? ഈ സെൻറ്റൻസുകളിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വേർബ്സ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ബോത്ത് സെൻറ്റൻസസ് ആർ ഇൻ ദി പാസ്റ്റ് ടെൻസ്. ഈ രണ്ട് ടൈപ്പ് സെൻറ്റൻസുകളും എന്താണ്? പാസ്റ്റ് ടെൻസിലാണ് വരുന്നത്. ദെൻ വി യൂസ് ദ പാസ്റ്റ് ഫോം ഓഫ് ദി വേർബ് ടു സ്റ്റേറ്റ് ആക്ഷൻസ് കംപ്ലീറ്റഡ് ഇൻ ദി പാസ്റ്റ്. സച്ച് സെൻറ്റൻസസ് ആർ സെഡ് ടു ബി ഇൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സോ എന്താണ് ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളത്? പാസ്റ്റിൽ മുന്നേ കഴിഞ്ഞു പോയിട്ടുള്ള ആക്ഷൻസിനെ, പ്രവൃത്തികളെ നമ്മൾ വേർബിൻ്റെ പാസ്റ്റ് ഫോം ഉപയോഗിച്ചാണ് എഴുതുന്നത്. സോ അങ്ങനെയുള്ള സെൻറ്റൻസുകളെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്നാണ് പറയുന്നത്. Then we use was or were plus ing form of the verb to denote actions in progress in the past. അതുപോലെ പാസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനെ, ഒരു പ്രവൃത്തിയെ പറയാനായിട്ട് നമ്മൾ was അല്ലെങ്കിൽ were plus ing form of the verb ആണ് യൂസ് ചെയ്യുക. Such sentences are said to be in the past continuous tense. അങ്ങനെയുള്ള സെൻറ്റൻസുകളെ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നാണ് പറയുന്നത്. Okay, now retell the story half a day in your words. You may use simple past tense or past continuous tense or combination of these in your narrative. ഇനി ഈ ഹാഫ് എ ഡേ എന്ന് പറയുന്ന സ്റ്റോറി നിങ്ങളുടേതായ രീതിയിൽ ഒന്നും കൂടി പറയാനാണ് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ മുകളിൽ ഹാഫ് എ ഡേയുടെ ഒരു ഫസ്റ്റ് പാർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? സിമ്പിൾ പാസ്റ്റും അതുപോലെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഒക്കെ ഉപയോഗിച്ച് എഴുതിയത്. അതുപോലെ നിങ്ങളോട് ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി അതുപോലെ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 4. ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് അണ്ടർലൈൻ ദി നൗൺ ഫ്രേസസ് ഇൻ ദി സബ്ജക്റ്റ് പൊസിഷൻസ്. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. താഴെ തന്നിട്ടുള്ള സെൻറ്റൻസുകളിൽ നൗൺ ഫ്രേസ് അണ്ടർലൈൻ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഒന്ന് അവിടെ തന്നിട്ടുണ്ട്. ഓൾ റസിൽ ആൻഡ് ബസിൽ കീസ്ഡ്. ഇവിടെ ഓൾ റസിൽ ആൻഡ് ബസിൽ എന്നതാണ് അതിൽ വരുന്ന നൗൺ ഫ്രേസ്. നൗൺ ഫ്രേസ് എന്ന് വെച്ചാൽ നാമം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ദി കോറ്റസ് ഗ്ലൈഡ് ഇൻ ടു സ്പേസ്. അതിൽ ദി കോറ്റസ് എന്നതാണ് നൗൺ ഫ്രേസ് വരുന്നത്. ദെൻ നെക്സ്റ്റ് മൈ ഫാദർ ഫെൽറ്റ് എ ഡീപ് സോറോ. ഇവിടെ മൈ ഫാദർ എന്നതാണ് നൗൺ ഫ്രേസ്. നൗൺ വരുന്ന ഭാഗത്തെയാണ് നമ്മൾ നൗൺ ഫ്രേസ് എന്ന് പറയാം. ദെൻ ഓൾ സെൻറ്റൻസസ് കൺസിസ്റ്റ് ഓഫ് എ നൗൺ ഫ്രേസ് ആൻഡ് എ വേർബ് ഫ്രേസ്. എല്ലാ സെൻറ്റൻസുകൾക്കും ഇതുപോലെ തന്നെ നൗൺ ഫ്രേസും അതുപോലെ തന്നെ വേർബ് ഫ്രേസും ഉണ്ടാകും എന്നാണ് പറയുന്നത്. നൗൺ ഫ്രേസ് എന്ന് വെച്ചാൽ നൗൺ വരുന്ന ആ ഭാഗത്തെയാണ് നമ്മൾ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. വേർബ് ഫ്രേസ് എന്ന് വെച്ചാൽ ആ സെൻറ്റൻസിലെ മെയിൻ വെർബ് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടാവില്ലേ, അതിനെയാണ് നമ്മൾ വെർബ് ഫ്രേസ് എന്ന് പറയുന്നത്. നൗ മാർക്ക് ദ നൗൺ ഫ്രേസസ് ആൻഡ് ദി വെർബ് ഫ്രേസസ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. ഇനി ഇവിടെ താഴെ കുറേ സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. അതിൽ നിന്നും നൗൺ ഫ്രേസും വെർബ് ഫ്രേസും വേറെ വേറെ ആയിട്ട് മാർക്ക് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നോക്കാം അല്ലേ? നൗൺ ഫ്രേസ് ഏതൊക്കെയാ? ദി സൗണ്ട് ഓഫ് ദി വീൽസ് എന്നതാണ് ഫസ്റ്റ് സെൻറ്റൻസിലെ നൗൺ ഫ്രേസ് വരുന്നത്. ദെൻ അതിലെ വെർബ് ഫ്രേസ് ബിക്കംസ് എ സൂത്തിങ് പീസ്ഫുൾ മെലഡി. ദെൻ നെക്സ്റ്റ് സെൻറ്റൻസിൽ ഫാദർ ആണ് നൗൺ ഫ്രേസ്. ദെൻ വെർബ് ഫ്രേസ് വരുന്നത് വിൽ സ്ട്രെയിറ്റൻ അപ്പ് ഇൻ ഹിസ് റോക്കിംഗ് ചെയർ. ദെൻ നെക്സ്റ്റ് വൺ ഐ ആണ് നൗൺ ഫ്രേസ് വരുന്നത്. ദെൻ വെർബ് ഫ്രേസ് വരുന്നത് വാസ് കമ്മിങ് ടു റിസീവ് ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. നെക്സ്റ്റ് വൺ നൗൺ ഫ്രേസ് ദി കോച്ചസ് ആണ്. വെർബ് ഫ്രേസ് നോ ലോങ്ങർ റൺ ഓൺ റെയിൽസ് ആൻഡ് സ്ലീപ്പേഴ്സ്. നെക്സ്റ്റ് വരുന്നത് നൗൺ ഫ്രേസ് മൈ ഫെലോ പാസഞ്ചേഴ്സ്. വെർബ് ഫ്രേസ് were dozing in their respective corners. ലാസ്റ്റ് വൺ ഐ ആണ് നൗൺ ഫ്രേസ് വരുന്നത്. വെർബ് ഫ്രേസ് വരുന്നത് വാസ് ലിസണിങ് ടു ദ റാറ്റ്ലിംഗ് ഓഫ് ദി ട്രെയിൻ. കണ്ടല്ലോ അല്ലേ? അവിടെ വെർബ് ഫ്രേസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ ഒരു സെൻറ്റൻസിൻ്റെ ആ ഒരു ഭാഗത്തിലാണ് മെയിൻ വേർബ് വരുന്നത്. ലിസണിങ് എന്ന് പറയുന്ന മെയിൻ വേർബ് വന്നിട്ടുള്ള ഭാഗമാണ് നമ്മളിവിടെ വെർബ് ഫ്രേസ് ആക്കി എഴുതിയിട്ടുള്ളത്. മുകളിലൊക്കെ അങ്ങനെ തന്നെയാണ്. അതിലെല്ലാം മെയിൻ വേർബ് വരുന്ന ഭാഗത്തെയാണ് നമ്മൾ വെർബ് ഫ്രേസ് ആക്കിയിട്ട് എഴുതുന്നത്. ഓക്കെ.